ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരു പഞ്ചായത്ത് പ്രസിഡന്റായാൽ എന്തൊക്കെ ചെയ്യണം? ജനങ്ങളുടെ ആവലാതികളെല്ലാം കേട്ട് പരിഹാരമുണ്ടാക്കണം, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇങ്ങനെ 100 കൂട്ടം തിരക്കുകളാണ്. എന്നാൽ അത്തരം തിരക്കുകൾക്കിടയിലും തൻ്റെ ഉള്ളിലെ കാർഷിക മനസ്സിനെ പ്രചോദിപ്പിച്ച് പപ്പായ കൃഷിയിലൂടെ പുതിയ കാർഷിക വിജയഗാഥ രചിക്കുകയാണ് കോഴിക്കോട് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായ സുബിത തോട്ടോഞ്ചേരി. തെല്ല് വ്യത്യസ്തയാണ് സുബിത തോട്ടോഞ്ചേരി. കർഷകർക്ക് സഹായകമാകാൻ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ മുൻകൈയെടുത്ത പ്രസിഡന്റ് ഇന്ന് സ്വയം ഒരു കാർഷിക മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും മാതൃക തീർക്കണം എന്ന ഒരു ചിന്തയിലാണ് പേരിൽ തന്നെ വയലും കൃഷിയുമുള്ള പെരുവയലിൽ സുബിത പുതിയ കാർഷിക മാതൃക സൃഷ്ടിച്ചത്. ഇങ്ങനെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം നമ്മൾ പഞ്ചായത്ത് മുഖേന നിരവധി കർഷകർക്ക് ഗുണപ്രദമായ രീതിയിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിലുള്ള കാർഷിക മേഖലയ്ക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത്. തേച്ചും ചെറുകുളത്തൂർ പ്രദേശം, അതുപോലെ കായലം പ്രദേശമൊക്കെ തന്നെ കാർഷിക മേഖലയിൽ, പെരിങ്ങുളം പ്രദേശം ഉൾപ്പെടെ കാർഷിക മേഖലയിലേക്ക് നല്ല രീതിയിലേക്ക് ആളുകൾ തയ്യാറായിട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് പ്രത്യേകിച്ചും ഈ കോവിഡിൻ്റെയൊക്കെ ശേഷം നമ്മളെ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി എന്തുകൊണ്ട് ഒരു കൃഷി നടത്തിക്കൂടാ എന്ന ഒരു ചിന്ത വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ കർഷകർക്ക് ഏറ്റവും ഗുണപ്രദമായ രീതിയിൽ നല്ല തൈകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാർഷിക കർമ്മസേനയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് കാർഷിക കർമ്മസേന മുന്നോട്ട് പെരുവയൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ തയ്യാറാക്കിയ റെഡ് ലേഡി പപ്പായ തൈ വാങ്ങി ഒന്ന് നട്ടാലോ എന്നുള്ള ഒരു ചിന്ത വന്നു. കോടശ്ശേരി താഴത്തെ വീടിനോട് ചേർന്ന് തരിശായി കിടന്ന 50 സെന്റ് സ്ഥലത്താണ് സുബിത തോട്ടോഞ്ചേരിയുടെ പപ്പായ കൃഷി. റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായ കൃഷിയിലാണ് ഇപ്പോൾ പപ്പായകൾ സമൃദ്ധമായി വിളഞ്ഞത്. പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന തയ്യാറാക്കിയ തൈകളാണ് കൃഷിയിടത്തിൽ നട്ടിരുന്നത്. താൻ കൃഷിയിലേക്ക് ഇറങ്ങുന്നതിലൂടെ മറ്റുള്ളവർക്ക് കൂടി ഒരു നല്ല കാർഷിക സന്ദേശം നൽകുക എന്നതായിരുന്നു ആദ്യ കൃഷിയിലെ ലക്ഷ്യം. 6 മാസം മുൻപ് പാകിയ പപ്പായ തൈകളിലെല്ലാം ഇപ്പോൾ പപ്പായകൾ നിറസമൃദ്ധമാണ്. നീളത്തിലും ഉരുണ്ടതുമായ വിവിധ ആകൃതിയിലുള്ള വലിയ തുടുത്ത പപ്പായകളാണ് കൃഷിയിടത്തിൽ നിറയെ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാർഷിക മികവ് കേട്ടറിഞ്ഞ് നിരവധി പേരാണ് തോട്ടത്തിൽ നിന്നു തന്നെ പപ്പായ വാങ്ങാൻ എത്തുന്നത്. പപ്പായ കൃഷിക്ക് പുറമെ വിവിധ വാഴകളും പച്ചക്കറികളും പപ്പായ തോട്ടത്തിലെ ഇടവിളകളായി വിളയുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇത് എന്നുള്ളതും കൂടെ എൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയിൽ നിന്നും കൂടെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ സപ്പോർട്ട് 100% ഹസ്ബൻഡിൻ്റെതായിരുന്നു. അദ്ദേഹത്തിൽ ഇതിൻ്റെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇതിൻ്റെ കായെല്ലാം പറിച്ച് ഞാൻ വിപണിയിൽ കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്നെ വിട്ടുപോയി എന്നുള്ള ഒരു സങ്കടം കൂടെ ഈ ഒരു കാര്യം, ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ എൻ്റെ മുന്നിലുണ്ട്. എങ്കിലും എനിക്ക് ഇത് വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു കൃഷിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കൃഷി എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ ആളുകൾക്കും ഈ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമായി മാറണം. വിപണിയിൽ നല്ല ചിലവുള്ള, എക്കാലത്തും ചിലവുള്ള ഒരു സാധനമായിട്ട് നമ്മുടെ പപ്പായ മാറിയിട്ടുണ്ട്. അത്യാവശ്യം വില ഉള്ള സാധനമാണ്. ഒരിക്കലും നഷ്ടമില്ലാത്ത രീതിയിലേക്ക് ഈ ഒരു കൃഷി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതിന് എല്ലാ ആളുകളും ഇതേപോലെ ഉള്ള സമയം ഉപയോഗപ്പെടുത്തി ഇതിന് തയ്യാറായിട്ട് ഇതൊരു പ്രചോദനമായിട്ട് മാറണം എന്നുള്ളതും കൂടെ സൂചിപ്പിക്കുകയാണ്.
ജനപ്രതിനിധികളായവർ അതിൻ്റെ മേനി നടിച്ച് മാത്രം നടക്കുന്നവർ ധാരാളമുള്ള കാലത്താണ് നാടിനെ സേവിക്കുന്നതിനോടൊപ്പം സമൂഹത്തിന് പ്രചോദനമായി പെരുവയലിലെ ഈ പ്രസിഡന്റ് കാർഷിക വിജയം തീർക്കുന്നത്. മലയാളം പൾസ്.